Hello guys, welcome back to shini'skitchen. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന റെസിപ്പി ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മുടെ ചിക്കന് പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാഗ്നേഷനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഊറ്റുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് സവോള അരിഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം നമ്മളിതെല്ലാം ഒന്ന് അരക്കേണ്ടതായിട്ട് നമ്മൾ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സവാളയൊന്ന് വരണ്ടു വരണം. സവാള വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ തക്കാളി ക്യൂബായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കാഷ്നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സവാളയ്ക്കും തക്കാളിക്കൊക്കെ പാകത്തിനുള്ള ഉപ്പും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഊറ്റിയിട്ട് അത് വേകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഊറ്റുക. പിന്നെ നമ്മൾ നേരത്തെ മാഗ്നേഷനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ അരയ്ക്കാൻ. എന്നിട്ടൊന്ന് അരച്ചതിന് ശേഷം അരച്ചെടുത്തതാണ്. ഇതിലേക്ക് 2 പീസ് ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കസൂരി മേത്തി നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരണം. നമ്മൾ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടും തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. നമ്മുടെ ബട്ടർ ചിക്കൻ ഞാൻ സെർവ് ചെയ്യുവാണ്. നമ്മുടെ ബട്ടർ ചിക്കനിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി വെച്ചിട്ടൊന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുവാണ്. നമ്മുടെ ബട്ടർ ചിക്കൻ നാനും പൊറോട്ടയ്ക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. പിന്നെ ഇതിൻ്റെ മുളക് വെച്ച് കസൂരി മേത്തിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബട്ടർ ചിക്കൻ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ബട്ടർ ചിക്കൻ തയ്യാറാക്കി വെക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.